നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയോടല്ലേ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞത്? ഒന്ന് ചെല്ലേ നിത്യേച്ചി. അല്ല, എന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? ഏട്ടനെ ഉണർന്നാലോ? അമ്മ നിത്യേച്ചി ഒന്ന് വിളിക്ക്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിട്. ഞാൻ വിളിക്കമ്മേ. വേണ്ട. ഇത്ര പെട്ടെന്ന് മാറിയോ? പിന്നെന്താ, ഞാനൊരു സാരി മാറാൻ 1 മണിക്കൂർ എടുക്കാറുണ്ടോ? മോള് മുകളിലോട്ട് ചെല്ല്. അമ്മയോടല്ലേ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞത്? ഒന്ന് ചെല്ലേ നിത്യേച്ചി. അല്ല, എന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? അവിടെ ചെന്ന് നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ പോകുന്നില്ല. ക്ഷമിക്കണം നിത്യമോളെ. വീണ എന്തെങ്കിലും കാണിച്ചു എന്ന് കരുതി മോക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. അയ്യോ അമ്മവാ, എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. എന്നാ മോളൊന്ന് മുകളിലോട്ട് വാ. അതെ, കല്യാണി അന്വേഷിക്കുന്നുണ്ട്. ഞാനിനി അങ്ങോട്ട് വരുന്നില്ല. ഞാനിനി അങ്ങോട്ട് വന്നാ വീണ പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കും. ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിച്ചാല് അതെ, ടീച്ചർ വന്നില്ലെങ്കില അവളുടെ മനസ്സ് വിഷമിക്കുക.
മോളെ എത്രയോ നാൾക്ക് ശേഷമാ ഞാനും ഹരിയും അവളുടെ അപ്പുറം ഇപ്പുറം നിന്ന് അവളുടെ പിറന്നാൾ നടത്തുകയാണെന്നറിയൂ. നടത്തിയപ്പോഴൊക്കെ അവള് ചിരിക്കും. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, കണ്ണുകളിൽ ഒരു നനവ് കാണും. അത് അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ടാ. മോളെ ഇന്ന് കല്യാണിയുടെ കണ്ണിൽ ആ നനവുണ്ടായിരുന്നില്ല. അത് മോള് തൊട്ടടുത്തുണ്ടായിരുന്നോട്ടാ. മോളെ കല്യാണിക്ക് എല്ലാവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. മോളെ അതും കൂടെ കഴിഞ്ഞിട്ട് പോരാ. മോളെ ഒന്ന് വായോ. ചെല്ല്. ഇത്രയൊക്കെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കണോ? അങ്കിള് വിളിച്ചോണ്ട് പോയേ. വാ മോളെ. എന്നാ പിന്നെ ശരി, ഫോട്ടോ എടുക്കാനല്ലേ? എല്ലാരും കൂടി വാ, കല്യാണിക്ക് സന്തോഷായിക്കോട്ടെ. അല്ല, ഞങ്ങളിങ്ങനെ ഈ നിൽക്കുന്ന നിൽപ്പിൽ വരണ്ടേ? അമ്മേ അതിനെന്താ, അമ്മ എങ്ങനെ നിന്നാലും നല്ല ചേലല്ലേ. നീ ഒന്നങ്ങോട്ട് പോകുന്നുണ്ടോ? പോവും. രാമേഷ്ണേട്ടാ ഒന്ന് വിളിച്ചോണ്ട് പോയി. മോള് വാ മോളെ. ചെല്ലേ ചേച്ചി. ഉടനെ വരാം. വാ. പോയിട്ട് വരാം. ഇനി നിത്യ തിരിച്ചു വരുമ്പോ ഇവൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എപ്പോഴിതുപോലെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ജീവന് ഇനി കൂടുതൽ ചികിത്സകളൊന്നും വേണ്ടിവരില്ല. ജീവനിപ്പോ പരിപൂർണമായും ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ജീവൻ ഇനി ഉണരുന്നത് അയാളുടെ പഴയ ഓർമ്മകളുമായിട്ടായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.